ഇത്രയധികം തിരിച്ചടികൾ കിട്ടിയിട്ടും പാഠം പഠിക്കാത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ഇക്കുറി സ്വീകരിച്ചിരിക്കുന്നത് കൈവിട്ട കളികളാണ്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നടങ്കം എതിർക്കും എന്ന് ഉറപ്പായിട്ടും ഗാസയിലെ പൗരാണിക ഇസ്ലാം മതചരിത്രം മാറ്റിയെഴുതാനുള്ള നയമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കൈവശപ്പെടുത്തിയ വെസ്റ്റ് ബാങ്കിൽ ഒരു പ്രധാന ചരിത്ര കേന്ദ്രം പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നതായി സർക്കാർ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ നീക്കം പലസ്തീൻ ഭൂമി ഇസ്രായേൽ അനധികൃതമായി കൈവശപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പുതിയ സംഭവമാണെന്ന് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞു. ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്തുണയോടെയുള്ള കുടിയേറ്റക്കാരുടെ അനിയന്ത്രിതമായ ആക്രമണങ്ങളെ നേരിടാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം നേരിടുന്നതിനിടെയാണ് ഈ നീക്കം. റോമൻ കാലഘട്ടത്തിലെ ഒരു പ്രധാന പുരാവസ്തു കേന്ദ്രമായ സെബാസ്റ്റ്യയുടെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇസ്രായേൽ സിവിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഖ്യാപിച്ചതായാണ് റിപ്പോർട്ട്. സമാധാന നിരീക്ഷണ സംഘടനയായ പീസ് നൗവിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 450 ഏക്കർ ഭൂമിയാണ് പിടിച്ചെടുക്കുന്നത്. ഇതോടെ പുരാവസ്തു പ്രാധാന്യമുള്ള ഭൂമി ഇസ്രായേൽ പിടിച്ചെടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലുതായിരിക്കും എന്നും കണക്കുകൂട്ടുന്നുണ്ട്. സെബാസ്റ്റ്യയിലെ ഈ സ്വകാര്യ ഭൂമി പിടിച്ചെടുക്കുന്നതിലൂടെ പുരാവസ്തു കേന്ദ്രം വികസിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് ആ സ്ഥലത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതും എന്നും ഉറപ്പായിരിക്കുകയാണ്. ഈജിപ്തിൻ്റെ പുരാതനമായ രാജ്യമായ സമരിയയുടെ തലസ്ഥാനം സെബാസ്റ്റ്യയുടെ അവശിഷ്ടങ്ങൾക്കടിയിലാണെന്നും സ്നാപക യോഹന്നാനെ അടക്കം ചെയ്തത് ഇവിടെയാണെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാൻ ഇസ്രായേൽ 2023 പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. വികസനത്തിനായി $9.24 മില്യൺ അനുവദിക്കുകയും ചെയ്തതാണ്. ഈ തീരുമാനത്തിനെതിരെ പലസ്തീൻ നിവാസികൾക്ക് പ്രതികരണം അറിയിക്കാൻ വെറും 14 ദിവസത്തെ സമയപരിധിയാണ് നൽകിയിരിക്കുന്നത്. അതിനിടെ ബെത്ലഹേമിന് സമീപം പുതിയ അനധികൃത കുടിയേറ്റ കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേലി കുടിയേറ്റക്കാർ ആഘോഷം സംഘടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വെസ്റ്റ് ബാങ്കിലുടനീളം പലസ്തീൻ സാധാരണക്കാർക്കും അവരുടെ സ്വത്തുക്കൾക്കും നേരെ കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ തുടരുകയാണ്. വെള്ളിയാഴ്ച പല സ്ഥലങ്ങളിൽ കുടിയേറ്റക്കാർ ആക്രമണങ്ങൾ നടത്തിയതായി പറയുന്നുണ്ട്. കൂടാതെ സ്വത്തുവകകൾ തീയിടുകയും പലസ്തീനികളെ ആക്രമിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട്. നബ്ലസിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഹുവാരിയയിൽ കുടിയേറ്റക്കാർ വാഹനങ്ങളുടെ ഒരു സ്ക്രാപ്പ് യാർഡ് കത്തിക്കുകയും റാമല്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കൃഷിയിടത്തിന് മുന്നിൽ കുടിയേറ്റക്കാർ സ്ഥാപിച്ച മണ്ണ് തടസ്സം നീക്കാൻ ശ്രമിച്ച 4 പലസ്തീനികളെ ഇസ്രായേൽ സൈനികരുടെ സഹായത്തോടെ കുടിയേറ്റക്കാർ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 പേരെയും പിന്നീട് ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. കിഴക്കൻ ജെറുസലേമിലെ കാഫർ അബാബ് പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം നടത്തിയ റെയ്ഡിനിടെ 2 പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഈ വർഷം വെസ്റ്റ് ബാങ്കിലെ 3 അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും 32,000 പലസ്തീനികളെ ഇസ്രായേൽ നിർബന്ധിതമായി പുറത്താക്കിയത് യുദ്ധക്കുറ്റം കണക്കാക്കിയതാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹമാസ് ഇന്നും ശക്തരായി നിലകൊള്ളുന്നതിനാൽ ഇറാൻ്റെ പൂർണ്ണ പിന്തുണ കൂടി ഇവർക്ക് ഉള്ളതുകൊണ്ടും ഇസ്രായേലിൻ്റെ ഈ നീക്കം അത്ര എളുപ്പമായിരിക്കില്ല. കാരണം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ചരിത്രം മാറ്റിയെഴുതാൻ അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ അനുവദിക്കില്ലെന്നും ഉറപ്പാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം പരാജയപ്പെട്ടതോടെ ന്യൂനപക്ഷമായ ജൂതരും ഭൂരിപക്ഷമായ അറബ് വംശരും അധിവസിച്ചിരുന്ന പലസ്തീൻ്റെ നിയന്ത്രണം ബ്രിട്ടന് കീഴിലായി. പലസ്തീൻ്റെ നിയന്ത്രണം ബ്രിട്ടൻ നേടിയെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. തുടർന്ന് പലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സൃഷ്ടിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ബ്രിട്ടനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയായിരുന്നു. 1920കളിലും 1940കളിലും പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. യൂറോപ്പിൽ അവർ അനുഭവിച്ചിരുന്ന പീഡനങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും പശ്ചാത്തലത്തിൽ പല ജൂതന്മാരും സ്വന്തം ഭൂമി തേടി പലായനം ചെയ്തു. ഇതോടെ ജൂതന്മാരും അറബികളും തമ്മിലുള്ള സംഘർഷവും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ചെറുത്തുനിൽപ്പും ശക്തമാവുകയായിരുന്നു. 1947-ൽ ഐക്യരാഷ്ട്രസഭ പലസ്തീനെ പ്രത്യേക ജൂത അറബ് രാഷ്ട്രമായി വിഭജിക്കാൻ വോട്ട് ചെയ്തിരുന്നു. ജെറുസലേം അന്താരാഷ്ട്ര ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. എന്നാൽ ജൂത നേതൃത്വം പദ്ധതി അംഗീകരിച്ചെങ്കിലും അറബ് പക്ഷം അത് നിരസിക്കുകയാണ് ചെയ്തത്. അതോടെ ഐക്യരാഷ്ട്രസഭയുടെ പദ്ധതി ഒരിക്കലും നടപ്പായില്ല. പിന്നീട് 1948-ൽ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയാതെ ബ്രിട്ടീഷുകാർ പിൻവാങ്ങുകയും ജൂത നേതൃത്വം ഇസ്രായേൽ സ്ഥാപിതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പലസ്തീനികൾ എതിർത്തതോടെ യുദ്ധമാണ് ആരംഭിച്ചത്. അയൽരാജ്യമായ അറബ് രാജ്യങ്ങളും സൈനികമായി ഇടപെടുകയും ചെയ്തു. യുദ്ധത്തെ തുടർന്ന് ലക്ഷക്കണക്കിന് പലസ്തീനികൾ പലായനം ചെയ്യുകയോ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിയൊഴിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനെ അൽ-നക്ബ അല്ലെങ്കിൽ ദുരന്തം എന്ന് വിളിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി ഇസ്രായേലും പലസ്തീനും തമ്മിൽ നിരവധി ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരാണ് സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടത്. 1987-ലാണ് ഹമാസ് പലസ്തീനിയൻ പുരോഹിതൻ ഷെയ്ഖ് അഹമ്മദ് യാസിൻ ഒരു അന്തർദേശീയ സുന്നി ഇസ്ലാമിസ്റ്റ് സംഘടനയായ മുസ്ലിം ബ്രദർഹുഡിൻ്റെ രാഷ്ട്രീയ വിഭാഗമായി ആരംഭിച്ചത്. 2 പലസ്തീൻ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഇൻതിഫാദകൾ ഇസ്രായേൽ പലസ്തീൻ ബന്ധങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ചുവെന്ന് വേണം കരുതാൻ.
പ്രത്യേകിച്ച് രണ്ടാമത്തേത് 1990കളിലെ സമാധാന പ്രക്രിയ അവസാനിപ്പിക്കുകയും സംഘർഷത്തിൻ്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്തു. രണ്ട് ഇന്തിഫാദകളും ഹമാസിൻ്റെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. 2000 ജൂലൈ 11 US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ക്യാമ്പ് ഡേവിഡ് ഉച്ചകോടി വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി യെഹൂദ് ബരാക്കിനെയും പലസ്തീൻ അതോറിറ്റി ചെയർമാൻ യാസർ അറാഫത്തിനെയും പങ്കെടുപ്പിച്ചായിരുന്നു ചർച്ച. എന്നാൽ ഉച്ചകോടി ഫലപ്രദമായില്ല. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതലും വഷളായി. വെസ്റ്റ് ബാങ്കിലെയും അറബ് ഇസ്ലാമിക ലോകങ്ങളിലെയും തങ്ങളുടെ പോരാളികളോട് ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരാൻ ഹമാസ് ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഏറ്റവും പുതിയ സംഘർഷത്തിൻ്റെ വെളിച്ചത്തിൽ കിഴക്കൻ ജെറുസലേം, ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ ഇസ്രായേലികളും പലസ്തീനികളും തമ്മിലുള്ള സംഘർഷം ഉയർന്ന നിലയിലാണ്. ഹമാസിന് ആയുധങ്ങൾ ലഭിക്കുന്നത് തടയാൻ ഇസ്രായേലും ഈജിപ്തും ഗാസയുടെ അതിർത്തികളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗാസയിൽ ഒരു മനുഷ്യാവകാശ ധ്വംസനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. നിരവധി ആളുകൾ ഭക്ഷണവും വെള്ളവും പോലുമില്ലാതെ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ്. ഗാസ ഉപരോധം, വെസ്റ്റ് ബാങ്ക് തടയണ നിർമ്മാണം, പലസ്തീനികളുടെ വീടുകൾ തകർക്കൽ തുടങ്ങി ഇസ്രായേൽ നടപടികൾ മൂലം തങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്ന് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പലസ്തീനികൾ ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഈ നിർണായക നീക്കവുമായി നെതന്യാഹു എത്തിയിരിക്കുന്നത്.